ഈ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഉള്ള പ്രധാന ഒരു ചർച്ചാ വിഷയമാണ് ഇസ്രായേൽ ഗസ യുദ്ധം. ഇങ്ങ് കൊച്ചു കേരളത്തിലും വിദൂരതയിലാണെങ്കിലും ഇവിടെയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും. മാധ്യമങ്ങളിലൂടെ ചർച്ച നടക്കുന്നു, പൊതുയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇരുപക്ഷവും ചേർന്നുള്ള പക്ഷം പറഞ്ഞുള്ള വാക്കുകളും തർക്കങ്ങളും വാദങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ പലയിടങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുകയാണ്. ഇരുപക്ഷത്തും പ്രതിസന്ധികളുണ്ടാകും. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു, വിവിധ പ്രായത്തിലുള്ള ആളുകൾ മരണപ്പെടുന്നു. ഇത് കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മരിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യർ മരിക്കാൻ പാടില്ല. അതിനോട് ഏതു മേഖലയിലും ഒരു ദുഃഖ മനോഭാവം നമുക്കുണ്ടാകണം. ഹൃദയം തകരുന്നൊരു മനോഭാവം മനുഷ്യനെന്ന രീതിയിൽ നമുക്കുണ്ടാകണം. തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾ പോലും മനപരിവർത്തനത്തിന് വിധേയമാകണം. അവർ പോലും നശിക്കാൻ പാടില്ല. അപ്പോൾ തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾ, ഒരാശയത്തിൻ്റെ തീവ്ര ചിന്താഗതി നടക്കുന്ന ആളുകൾ മനപരിവർത്തനത്തിന് വിധേയമായില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനാണ് ഓരോ ദേശങ്ങളിലും ഒരു ഗവൺമെൻറ്റിനെ, ഭരണകൂടത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൻ്റെ ക്രിസ്തീയ ആധികാരികതയെ, വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെ ഉറപ്പിക്കാൻ വേദപുസ്തകത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വായിക്കാം. ആമോസ് 1:7. ഗസ്സയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അതതിൻ്റെ അരമനകളെ ദഹിപ്പിക്കും. സെഫന്യാവ് 2:4. ഗസ്സ നിർജ്ജനമാകും. സക്കരിയാവ് 9:5. ഗസ്സ ഏറ്റവും വിറയ്ക്കും. യുദ്ധം ഇരുമേഖലകളിലും നാശനഷ്ടങ്ങളുണ്ടാക്കും. മനുഷ്യനില്ലായ്മ ചെയ്യപ്പെടും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ജാതിയുടെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമില്ലാതെ ഒരു വിശാല ഹൃദയം ഓരോരുത്തരുടെ മേലും പകരപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ഒരു വിശാല ഹൃദയം, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു വിശാല ഹൃദയം നമ്മുടെ മേൽ, എല്ലാവരുടെ മേലും പകരപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.